ഇന്ന് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മീഡിയയിലൂടെ കടന്നു വരുന്നത്. മരിച്ച ഒരു ആത്മാവ്, അതിനെ നമുക്ക് ആർക്കും കാണാൻ സാധിക്കത്തില്ല. കാരണം അതിൻ്റെ ശരീരം അവിടെ നഷ്ടപ്പെടുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? പിന്നെ എങ്ങനെയാണ് അത് വസ്ത്രം ധരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? എന്ത് തോന്നിവാസങ്ങളാണ് ഈ പറയുന്നത്. മരിച്ചുപോയ ഒരു ആത്മാവ് അത് തിരിച്ചു വരുന്നു, ഒരാളോട് അതിൻ്റെ വേദന പങ്കുവയ്ക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ എന്താണ് ഇതിൻ്റെ അർത്ഥം. ആ വേദനയിൽ അത് പങ്കുവയ്ക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുർബാനക്കടം ഇട്ടുകൊണ്ടാണ് മരിച്ചത്. അപ്പോൾ ആ കുർബാനക്കടം വീട്ടാത്തത് കൊണ്ട് അതിൻ്റെ ആത്മാവ് വേദനിക്കുക, അതിന് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റിയില്ല. അപ്പോൾ എവിടെയായിരിക്കും? ശുദ്ധീകരണ സ്ഥലത്ത്. അവിടെ കിടന്ന് ഇങ്ങനെ തിളക്കുക. ബൈബിൾ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും നമ്മൾ പറയാൻ പാടില്ല. മരിച്ച ഒരു ആത്മാവ് തൻ്റെ വെള്ള ഡ്രസ്സ് ഇട്ടേക്കുന്ന, തലയിൽ തൊപ്പി കിരീടം വെച്ചേക്കുന്ന, കയ്യിലൊരു കൊന്തയും പിടിച്ചേക്കുന്നത്. അതാണ് സഹിക്കാൻ പാടില്ലാത്തത്. എന്നിട്ട് കരഞ്ഞ് പറയുക, എൻ്റെ കുർബാനക്കടം വീട്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ തീയിൽ കിടന്ന് ഉരുകുക, നിങ്ങൾ എൻ്റെ കുർബാനക്കടം ഒന്ന് വീട്ടണം. വേഗം ഇത് കേട്ട ആൾ അരി വയ്ക്കാൻ വെച്ച കാശായിരിക്കും എടുത്തുകൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്ത് 3 കുർബാന ചെല്ലിച്ച് കടം വീട്ടി കഴിഞ്ഞിട്ടും ആത്മാവ് പോയില്ല. പിന്നെയും അത് ആത്മാവ് ഈ ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് വീണ്ടും അവിടെ ആരാധനയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് ഇവർ കാണുക. അപ്പോൾ അവർക്ക് തോന്നി ഇത്രയും കാശ് ഞാൻ കടം മേടിച്ചിട്ടാണെങ്കിലും കൈ വെച്ചിട്ടില്ലെങ്കിലും ഈ കുർബാനക്കടം വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഇവർക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ കുറേ കഴിയുമ്പോൾ ഡിസംബർ മാസമായിപ്പം ആ ആത്മാവ് കയറിപ്പോയി, സ്വർഗത്തിലേക്ക് പോയി. എന്ത് തോന്നിവാസങ്ങളായി പറയണേ. കുർബാനയുടെ പണം കൊടുത്തപ്പോഴേ, കുർബാന പണം കൊടുത്ത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആത്മാവ് രക്ഷപ്പെട്ടു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളിതൊന്ന് മനസ്സിലാക്കുക. പണം കൊടുത്ത് ചെല്ലാനുള്ളതല്ല കുർബാന. പണം കൊടുത്ത് ആര് കുർബാന ചെല്ലുന്നു അവൻ്റെ കുടുംബത്തിൽ തകർച്ചയായിരിക്കും. നമ്മൾ വില കൊടുത്ത് മേടിക്കുക. കുർബാന ചെല്ലാൻ വേണ്ടി ഒരു വൈദികതയിൽ നമ്മൾ പണം കൊടുത്ത് നമ്മൾ കുർബാന ചെല്ലിക്കുക. കഷ്ടമാണ്. വൈദികൻ ആ പണം മേടിക്കുന്നു, വയ്ക്കുന്നു, പേരെഴുതി വയ്ക്കുന്നു, കുർബാന ചെല്ലിക്കുന്നു, ആത്മാവ് പോകുന്നു. എന്താ ഇത്? അപ്പോൾ ഇതിന് വിശുദ്ധ കുർബാനയുടെ അർത്ഥം തന്നെ, ഇതിന് വിശുദ്ധ കുർബാന സ്വീകരിക്കണം തന്നെ നമ്മൾ നമുക്ക് പിന്നെ എന്തിനാ വിശുദ്ധ കുർബാനയായിട്ട് നമുക്ക് എന്താ ബന്ധമുള്ളത്? ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചെന്തിനാ? ഈശോയുടെ കാലശേഷം ഈശോ മരിക്കും എന്നുള്ളത് ഉറപ്പായി. ഈശോ മരിച്ചു കഴിയുമ്പോൾ ഈശോയ്ക്ക് നമ്മോട് കൂടെ വസിക്കാനുള്ള വലിയൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അത് വിറ്റ് ആർക്കും കാശ് മേടിക്കാനല്ല, അത് വിറ്റ് ആർക്കും സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ആ കുർബാനയിലൂടെ നമുക്ക് ഈശോനെ നമ്മുടെ ഹൃദയം അത് സ്വീകരിക്കണമെങ്കിൽ, അത് സ്വീകരിച്ചാൽ ഈശോയുടെ ശരീരത്തെ യോഗ്യതയോടെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആ യോഗ്യത നമ്മൾ ഏറ്റെടുക്കണം. ആ യോഗ്യത നമ്മൾക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് വെറും ഗോതമ്പപ്പ, അവിടെയും നമുക്ക് നഷ്ടപ്പെടുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗോതമ്പപ്പത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗോതമ്പപ്പത്തിനെയും ഈ വീഞ്ഞിനെയും നമ്മൾ എന്ത് ചെയ്യണേ? രക്തവും ശരീരമാക്കണമെങ്കിൽ അതിന് യോഗ്യത ഉണ്ടാവണം. അതാണ് പൗലോസിലെ പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യസിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 26-ാം വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതേക്കുറിച്ച് ഇന്ന് വരെ ഒരു ധ്യാന ഗുരുക്കന്മാരോ വചനപ്രഘോഷകരോ ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇതൊക്കെ എവിടെയാണ് ചെന്ന് അവസാനിക്കണമെന്ന് എനിക്കറിയത്തില്ല. മരിച്ചുപോയ ആത്മാക്കൾ എവിടെ ഡ്രസ്സ് ഇടും? അവരെവിടെയാണ് ഡ്രസ്സിട്ട് വരുന്നത്? അവരുടെ ശരീരം ഇവിടെ അഴുകി, അല്ലെങ്കിൽ ദഹിച്ചു, അല്ലെങ്കിൽ കത്തിപ്പോയി. അത് ആത്മാവ് മാത്രമേ പോയിട്ടുള്ളൂ. ആ ആത്മാവിൻ്റെ എവിടെ ഡ്രസ്സ് ഇടണേ? ഏത് തലയിലാണ് കിരീടം വയ്ക്കണേ? ഏത് കയ്യിലാണ് കൊന്ത പിടിക്കുന്നത്?
അറിയത്തില്ല. തിരുവചനം ഒന്നാമത് ബൈബിൾ ആർക്കും അറിയത്തില്ല, ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയും മുറിയും അറിയാവുന്ന ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറയും, കേൾക്കുമ്പോൾ ഇറച്ചി വിറയ്ക്കുക, ശരീരം വിറയ്ക്കുക. ഇത്രയും വാക്കുകൾ ഓരോരുത്തരും വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം. വിശുദ്ധ കുർബാന ആരെങ്കിലും പൈസ കൊടുത്ത് ചെല്ലിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബം തകർന്നിരിക്കും, ഉറപ്പാണ്. ആ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കും. നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുമോ, നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുമോ, നിങ്ങളൊന്ന് പരീക്ഷ വയ്ക്കുമോ, തകർന്നിരിക്കും, 100% ഉറപ്പാണ്. വിശുദ്ധ കുർബാന പണം കൊടുത്ത് ചെല്ലിക്കാനുള്ളതല്ല, വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാനുള്ളതാണ്. പണം ആരും മരിച്ചവർക്ക് വേണ്ടി, മരിച്ചവർക്ക് വിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടെന്ന ഒരു കാര്യമില്ല. മരിച്ച ഒരു ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്താലും അതിന് പലരും അത് വിട്ടുപോയി, അത് ഭൂമിയിൽ നിന്ന് വിട്ടുപോയി. പിന്നെ നമ്മളോ നമ്മുടെ ബന്ധങ്ങളോ നമ്മുടെ സഹോദരങ്ങളോ ഒന്നും അതായിട്ട് ചേർത്തില്ല. നമ്മൾ എന്ത് ചെയ്താലും അതിനോട്ട് ഫലം കിട്ടത്തുമില്ല. അപ്പോൾ ആൾക്കാർ കുർബാന ചൊല്ലിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ കുർബാന, തെറ്റാണത്. ഏറ്റവും വലിയ ദ്രോഹം നമ്മൾ ഈശോയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. നമുക്ക് വേണ്ടി ഇത്രയും വേദന സഹിച്ച് പാടുപീഡകൾ സഹിച്ച് കുരിശിൽ 3 ആണിയുമ തറയ്ക്കപ്പെട്ട ആ യേശു ക്രിസ്തുവിൻ്റെ ശാപം നമ്മൾ മേടിച്ചെടുക്കരുത്. ആ വേദന ഭയങ്കരമാണ്. അതിനു മുമ്പ് ചെയ്തതാണ് ഈ വിശുദ്ധ കുർബാന. അത് നമ്മൾ വിൽക്കരുത്, ദൈവത്തെ ഓർത്ത് വിൽക്കരുത്. നിങ്ങൾക്ക് വേറെ എന്ത് വേണം ചെയ്യാം, വിശുദ്ധ കുർബാനയെ വിൽക്കരുത്. അത് യോഗ്യതയോടെ ഭക്ഷിക്കാനുള്ളതാണ്. ഇതിനകത്ത് ഒരു പോസ്റ്റ് കണ്ട് ഞാൻ അതിനോട് ഇത്ര ഞാൻ പറഞ്ഞു. എന്തെല്ലാം അഭ്യാസങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, കേട്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് കാണാത്തവർ ഈ വീഡിയോ എങ്കിലും കണ്ടിരിക്കുന്നു. തെറ്റാണത്, അങ്ങനെ ചെയ്യരുത്. ഇന്ന് കുടുംബങ്ങൾക്ക് തകർച്ചയാണ്, എല്ലാ കുടുംബവും തകർച്ചയാണ്. എന്നിട്ട് ഓടുക, എന്നിട്ട് തകർച്ചയിൽ രക്ഷപ്പെടാൻ, മനസ്സമാധാനം കിട്ടാൻ. കണ്ട വിഗ്രഹങ്ങളുടെ പുറകെ കാശ് കൊടുത്ത് തിരി കത്തിക്കുന്നു, തിരി മേടിക്കുന്നു, പിന്നെ ഉപ്പ് മേടിക്കുന്നു, മുളക് മേടിക്കുന്നു, പഞ്ചസാര മേടിക്കുന്നു, കുടുംബത്തിൽ കൊണ്ട് വയ്ക്കുന്നു, അതൊരു കുടുംബം തീരുന്നു. ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഏറ്റവും വലിയ സഹായം, നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ ഈശോയുടെ കുരിശുരൂപത്തിന് മുമ്പിൽ പോയി സ്വസ്ഥതയോടെ ശാന്തമായി സംസാരിക്കാതെ ഹൃദയം തുറന്ന് ഈശോയുടെ പുരിക്കൽ വെച്ച് കൊടുക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഇതാർക്കും സാധിക്കില്ല, ഇതാരും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇന്ന് ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കുന്നത്. ഓട്ടമാണ്, നെട്ടോട്ടം. അതെങ്ങനെ ഇത്തരം പോസ്റ്റുകളെല്ലാം കാണുന്നത്. അപ്പോൾ മുകളിൽ കിടന്ന് ആത്മാവിങ്ങനെ തീ കിടന്ന് വേവണ്. അതുകൊണ്ട് ഭൂമിയിൽ കടം വീട്ടാത്തതുകൊണ്ട്, കുർബാന കടം വീട്ടാത്തതുകൊണ്ട് കിടന്ന് വേവണ്. എന്നിട്ട് കുർബാന ചെല്ലിക്കുക. അപ്പോൾ ഒരു ശാപത്തിൻ്റെ പുറകെ വേറൊരു ശാപം കൂടി. മരിച്ചുപോയത് പോയി, ആ ആത്മാവ് പോയി. നമുക്ക് യാതൊരു ഒന്നും ചെയ്യാൻ പറ്റില്ല. മരിച്ചു പോണ ആത്മാവിന് വേണ്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്താലും അതിനെ ഏക്കത്തുമില്ല, അതിനെ കിട്ടത്തുമില്ല, അത് പോയി. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങൾ, എങ്ങനെയായാലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. അതൊന്നും ശരിയല്ല. ഇങ്ങനെയുള്ള പോസ്റ്റുകളൊന്നും നിങ്ങൾ ഇടരുത്. മറ്റുള്ളവരെ കൂടി നാശത്തിലേക്ക് വലിച്ചടക്കരുത്. അപേക്ഷിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.